പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ അഖിൽ രാജ് മട്ടന്നൂർ. ഏറെ പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള, ഒട്ടേറെ ശക്തി വൈഭവമുള്ള, വളരെ ബൃഹത്തായ ചരിത്രമുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവിടെ പോയി ഭഗവാനെ ഒന്ന് ദർശിക്കണമെന്ന് എപ്പോഴെങ്കിലൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഭഗവാനെ ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന് പറയുന്ന നഗരത്തിൽ, നഗരഹൃദയത്തിൽ തന്നെയുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം. അതിപൗരാണികമായിട്ടുള്ള, ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രം. ഇതിൻ്റെ വ്യാപ്തിയും ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതയൊക്കെ ഒരു മണിക്കൂർ കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു മഹത്തായ ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാനെ ശ്രീരാമസ്വാമി ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. ഒട്ടേറെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള, നിരവധി ചരിത്ര വസ്തുതകളിലൂടെ കടന്നുപോയ ഒരു മഹാക്ഷേത്രമാണ്. ഇപ്പം ഞാനുള്ളത്, എൻ്റെ പശ്ചാത്തലത്തിൽ കാണാം, ഇത് ക്ഷേത്രക്കുളമാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഈ ഭഗവാന്റെ ആ നോക്കിന് നേരെ വലിയൊരു ക്ഷേത്രക്കുളമാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ മുൻപിൽ ഇങ്ങനെ ക്ഷേത്രക്കുളം ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ ജലാശയം ഉണ്ടാവുകയാണെങ്കിൽ, അത് തന്നെ കാണിക്കുന്നത് ആ മൂർത്തിയുടെ ശക്തിയെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ക്ഷേത്രത്തിൽ പോകണമെന്നും അവിടെയുള്ള വിഗ്രഹത്തെ കാണണമെന്നും ഭഗവത് ചൈതന്യം അനുഭവിക്കണമെന്നൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് പങ്കുചേരേണ്ട, അല്ലെങ്കിൽ വന്ന് ഒരു തവണയെങ്കിലും ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. അപ്പോൾ ഞാൻ ഇനി ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പുറകിൽ കാണുന്ന ഒരു വലിയ ക്ഷേത്രക്കുളം തന്നെ മതി ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വലുപ്പവും മനസ്സിലാക്കാൻ. ഞാൻ ജസ്റ്റ് ആ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് നടന്നപ്പോൾ തന്നെ ഏതാണ്ടൊരു 15 മിനിറ്റോളം എടുത്തു ഒന്ന് പ്രദക്ഷിണം വെച്ച് വരാൻ. അത്രയും വലുപ്പമുള്ള, അത്രയും മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകളുള്ള ഒരു മഹാക്ഷേത്രമാണ്. അപ്പോൾ ഇനി ദൃശ്യങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വന്ന് ഈ ക്ഷേത്രത്തിൽ ആ ഒരു ആനന്ദ നിർവൃതി അനുഭവിക്കുന്ന വേണം. എൻ്റെ മുഖത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ സന്തോഷം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്ത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മുഴുവൻ കാണുക, സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് മുഴുവൻ കാണുക. കാരണം ഇതിൽ ഞാൻ ചരിത്ര പണ്ഡിതരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അവർ ഇതിലൂടെ നടന്നു പോയിട്ടുള്ളതാണ്, അവർക്ക് ഒരുപാട് വസ്തുതകൾ അറിയാം. അപ്പോൾ അവരുടെയൊക്കെയും അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ പുറകിൽ കേൾക്കുന്ന നോയ്സ്, ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ പുറകിൽ ചാക്യാർകൂത്തിൻ്റെ ബഹളം കേൾക്കാം. ഒരു വശത്ത് ഇവിടെ ദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭക്തിഗാനങ്ങൾ കേൾക്കാം. അങ്ങനെ ഒത്തിരി ഭക്തിഗാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്കും ഇവിടെ വന്ന് തൊഴാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം.
തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണ്. തൃപ്രയാർ, തിരുവല്ലാമല, തിരുവങ്ങാട്. ഈ 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ കോലത്തുനാട് അറിയപ്പെടുന്നത് തന്നെ ഐമ്പെരുമാൾ ഇടം എന്നുള്ള പേരിലാണ്. അത് 5 പെരുമാക്കന്മാരുടെ മഹാക്ഷേത്രങ്ങളുള്ള സ്ഥലം എന്നുള്ള തരത്തിലാണ് കോലത്തുനാട്ടിന് ഐമ്പെരുമാൾ ഇടം എന്ന പേര് വന്നത്. 5 പെരുമാക്കന്മാരിൽ കോലത്തുനാട്ടിൻ്റെ തെക്കൻ തട്ടകത്തിൻ്റെ അധിപനാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി പെരുമാൾ. തിരുവങ്ങാട്ട് പെരുമാൾ എന്നുള്ള പേരിലാണ് ശ്രീരാമസ്വാമി അറിയപ്പെടുന്നത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇന്ന് കാണുന്ന വാസ്തു ആകാരത്തിൻ്റെ പ്രാസാദങ്ങളുടെ ഒക്കെ പ്രായം കണക്കാക്കുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ വൈഷ്ണവ ആരാധന തുടങ്ങിയ 9-ാം നൂറ്റാണ്ട് കാലത്തിൻ്റെ പഴക്കം ഇവിടെ കാണാൻ പറ്റും. കാരണം അതിന് തെളിവായിട്ട് ഇവിടുത്തെ വലിയ ബലിക്കല്ലിന്മേൽ ഒരു ശിലാലിഖിതമുണ്ട്. വട്ടെഴുത്തിൽ കാണുന്ന ആ ലിഖിതം AD 826 ബലിക്കല്ലാണെന്നും അല്ല 9-ാം നൂറ്റാണ്ട് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഇൻസ്ക്രിപ്ഷനാണെന്നും ഈ പുരാലിഖിത വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തിരുവങ്ങാടെന്ന പേര് തന്നെ ഉത്ഭവിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള ശിവക്ഷേത്രത്തിൽ നിന്നാണ്. അതിപ്രാചീനമായ ശിവക്ഷേത്രമാണ്. ശ്വേതമുനി അവിടെ തപസ് ചെയ്തു എന്നും ശ്വേതമുനിയാണ് ശ്രീരാമക്ഷേത്രം പണിതത് അല്ലെങ്കിൽ ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നും ഒരൈതിഹ്യമുണ്ട്. അതിൻ്റെ പുരാവൃത്തം ഇങ്ങനെയാണ്. അഗസ്ത്യമുനി കാവേരി സ്നാനത്തിന് പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ഇവിടെ വെച്ച് ഈ വൻകാട്ടിൽ വെച്ച് 2 കാട്ടാളന്മാരെ ദ്രോഹിക്കുകയുണ്ടായി. അദ്ദേഹം കാട്ടാളന്മാരെ ശപിക്കുകയും അവർ ശക്തിക്ഷയം സംഭവിച്ച് കടന്നുപോവുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പിരന്നപ്പോൾ 2 പേർക്കും അദ്ദേഹം പ്രായശ്ചിത്തമായി 2 കാര്യങ്ങൾ ചെയ്യാൻ പറയുകയുണ്ടായി. ഒന്ന്, നീലൻ എന്ന കാട്ടാളനോട് ഒരു ശിവക്ഷേത്രത്തിൽ പോയി ധ്യാനമിരിക്കാൻ പറഞ്ഞു. നീലൻ ധ്യാനമിരുന്ന സ്ഥലമാണ് നീലേശ്വരം എന്നൊരു കഥ. ശ്വേതൻ എന്ന കാട്ടാളൻ ധ്യാനമിരുന്നത് ഇവിടെ വടക്കേടം ശിവക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്താണ്. ആ ശിവക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് തിരുവങ്ങാടിൻ്റെ പഴയ പേര് ശ്വേതനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശ്വേതാരണ്യപുരം എന്നാണ് തിരുവങ്ങാടിൻ്റെ സംസ്കൃത നാമം. ഇത് തലശ്ശേരിയുടെ പ്രാചീന നാമം തന്നെയാണ്. കാരണം 1800-കളിലെ മദ്രാസ് പ്രൊവിൻഷ്യൽ ഗസറ്റിയറിലൊരു കാര്യം പറയുന്നുണ്ട്. തലശ്ശേരിയുടെ പ്രാചീന നാമം തിരുവങ്ങാട് എന്നാണെന്നും അതിൻ്റെ സംസ്കൃത വേർഷൻ ഭാഷാന്തരം ശ്വേതാരണ്യപുരം എന്നാണെന്നും ഗസറ്റിയറിൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല പ്രാചീന രേഖകളിൽ പല സ്ഥലത്തും നമുക്ക് ശ്വേതാരണ്യപുരം എന്ന് ഈ തിരുവങ്ങാടിനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. കേരള മാഹാത്മ്യം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ. ഇവിടെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു ബന്ധം, ഇത് കോലത്തിരിയുടെയും അതുപോലെ കടത്തനാട്ട് തമ്പുരാക്കന്മാരുടെയും കോട്ടയം തമ്പുരാൻ്റെയും ഒരു സംഗമസ്ഥാനമായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആധിപത്യം മലബാറിൽ ആദ്യം ഉറപ്പിച്ച സ്ഥലമാണ് തലശ്ശേരി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി
സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നാട്ടുരാജാക്കന്മാരുമായി ഉണ്ടാക്കിയ ഉടമ്പടികൾ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ഒപ്പുവെച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം കോലത്തിരി തുടങ്ങിയ നാട്ടുരാജാക്കന്മാരുടെ സംഗമസ്ഥാനമായതുകൊണ്ട് ഇവിടെ വെച്ചാണ് ഈ ഉടമ്പടികൾ തയ്യാറാക്കിയതത്രേ. അതിന് തെളിവായി പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടുത്തെ ഭൂസ്വത്തുക്കൾക്കൊക്കെ നികുതി ഇളവ് നൽകിയിരുന്നു. മാത്രമല്ല, പിൽക്കാലത്ത് പഴശ്ശി നിഗ്രഹത്തിൻ്റെ കാരണക്കാരനായി മാറിയ സബ് കളക്ടർ തോമസ് ഹാവേ ബാബർ, തലശ്ശേരി സബ് കളക്ടറായിരുന്ന അദ്ദേഹം ഇവിടെ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമുള്ള മതിൽ കെട്ടിക്കൊടുക്കുകയുണ്ടായി. ക്ഷേത്രമതിലിന്മേൽ അദ്ദേഹം 1815 അദ്ദേഹത്തിൻ്റെ നേരിട്ടിട്ടുള്ള മേൽനോട്ടത്തിൽ ആണ് ഈ മതിൽ കെട്ടിയത് എന്ന് ഒരു ശിലാലിഖിതം പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപടി ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. മാത്രമല്ല, ഈ ക്ഷേത്രം ബ്രിട്ടീഷ് ആർമിയുടെ ഒരു ഔട്ട് പോസ്റ്റായിരുന്നു. ഇതിനൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ തെളിവുണ്ട്. വളരെ പ്രാചീനത അവകാശപ്പെടാൻ പറ്റുന്ന എല്ലാ തരത്തിലും, അത് ഭക്തിയുടെ മഹാത്മ്യം നോക്കിയാലും ചരിത്രത്തിൻ്റെ പ്രത്യേകതകൾ നോക്കിയാലും കലാവൈഭവം നോക്കിയാലും ഏത് തരത്തിലും, അതുപോലെ തന്നെ ആധ്യാത്മികമായ ഇതിൻ്റെ ഈ മികവ് നോക്കിയാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ടാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ നമുക്ക് കാണാൻ. ക്ഷേത്രത്തിൻ്റെ പ്രാചീനതയ്ക്ക് തെളിവായിട്ട് ചില സാഹിത്യകൃതികൾ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ കേരള മഹാത്മ്യം, അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേരള മഹാത്മ്യത്തിൽ തിരുവങ്ങാട് ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ, ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്ന്, ഏകദേശം 500 വർഷത്തിൻ്റെ പഴക്കമുള്ള പ്രാചീന സംസ്കൃത ഗ്രന്ഥം മുഹൂർത്താഭരണം രചിച്ച ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹം തിരുവങ്ങാട്ടുകാരനാണെന്നും ഇവിടെ ശിവക്ഷേത്രത്തോട് ചേർന്ന് ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രം ശ്രീരാമരൂപത്തിലാണ് ഇവിടുത്തെ ദേവനെ ആരാധിക്കുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് വളരെ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കൻ പാട്ടിൽ ഈ കുറുങ്ങോട്ട് ഇടത്തിലെ കാരണവസ്ഥാനത്തിന് വേണ്ടി 2 പേര് അവർ മത്സരിച്ചപ്പോൾ സ്വർണ്ണവല്ലി പരീക്ഷ നടത്താൻ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വന്നത് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല, ഈ സത്യം ബോധ്യപ്പെടുത്തുന്ന പഴയകാലത്തെ അഗ്നിപരീക്ഷ, തിളച്ച നെയ്യിൽ കൈമുക്ക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ പരീക്ഷ, സത്യപരീക്ഷ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയത് തെക്ക് ശുചീന്ദ്രവും വടക്ക് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രവുമാണ്. സത്യം ബോധ്യപ്പെടുത്താനുള്ള അഗ്നിപരീക്ഷയുടെ കേന്ദ്രമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുരാലിഖിതത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയ VR പരമേശ്വരൻ ഇത് എഴുതിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ, അതിനകത്തുള്ള ഗർഭഗൃഹത്തിലുള്ള കൃഷ്ണശിലയിൽ പണിത ശ്രീരാമവിഗ്രഹം മന്ദഹാസ സമേതനായിട്ടാണ് നമുക്ക് കാണുന്നത്. ചതുർബാഹു വിഗ്രഹമാണ്. ശംഖ്, ചക്രം, ഗദ, അഭയം, 4 തരം മുദ്രകളാണ് ഈ വിഗ്രഹത്തിനുള്ളത്.
ഭാരതത്തിലെ ശ്രീരാമ ആരാധനയുടെ പ്രാചീന രൂപം തന്നെ ഈ തരത്തിലുള്ള വിഗ്രഹമാണ് എന്ന് ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ രാമചന്ദ്ര റാവു രേഖപ്പെടുത്തുന്നു. വളരെ പ്രാചീനമായ രൂപത്തിലുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ശിലയിൽ പണിത വിഗ്രഹമാണ്. ഗർഭഗൃഹത്തിന് പുറത്ത് പഞ്ചലോഹത്തിൽ ആഞ്ജനേയ വിഗ്രഹമുണ്ട്. പിന്നെ ശ്രീകോവിലിന് പുറത്തായിട്ട് നമസ്കാര മണ്ഡപത്തിൽ ഒരു ഭഗവതി പ്രതിഷ്ഠയുണ്ട്. ഇത് സാക്ഷാൽ കോട്ടയം തമ്പുരാൻ്റെ വാഗീശ്വരിയായ ശ്രീപോർക്കലിയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം അതിന് ഉപോത്ബലകമായിട്ട് ഒരു പഴയ ഐതിഹ്യം പറയാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ ജീവനക്കാർ, കഴകക്കാർ, ഇവർ ചിറക്കൽ തമ്പുരാൻ്റെയും കടത്തനാട്ട് തമ്പുരാൻ്റെയും കോട്ടയം തമ്പുരാൻ്റെയും അധീന സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവിടെ വാദ്യക്കാരനായി വന്ന ഒരു മാരാർ, അദ്ദേഹം കോട്ടയം തമ്പുരാൻ്റെ ആസ്ഥാനമായ മുഴക്കുന്നിൽ നിന്നാണ് വന്നത്. മൃദംഗശൈലീശ്വരി ക്ഷേത്രമുള്ള ശ്രീപോർക്കലി ഭക്തനായിരുന്നു. അദ്ദേഹത്തോട് ഇവിടുത്തെ ശാന്തിക്കാരനൊരു ചോദ്യം ചോദിച്ചു അത്രേ. അമ്മയുടെ വലിയ ഭക്തനാണെന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ വരുമ്പോൾ കൂട്ടിക്കൂടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ചിലപ്പം വന്നു എന്ന് വരും, പക്ഷേ നിങ്ങൾ സ്ഥാനം കൊടുക്കാൻ തയ്യാറാണോ? അങ്ങനെ അതൊരു മത്സരം പോലെയായി. ഇദ്ദേഹം ഈ മന്ത്രവാദ്യായ പാണി കൊട്ടി വിളിച്ചു, അമ്മയെ വിളിച്ചു. ശ്രീപോർക്കലിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി. രൗദ്രരൂപിയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ശ്രീപോർക്കലിക്ക് സ്ഥാനം ശ്രീകോവിലിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ശ്രീരാമനും ഹനുമാനും മാത്രമേ അവിടെയുള്ളൂ, സീതാദേവിയില്ല. അപ്പം പോർക്കലിക്ക് നമസ്കാര മണ്ഡപത്തിലെ തൂണിനോട് ചേർന്നുകൊണ്ട് ഒരു പീഠം വെച്ച് കൊടുത്തു എന്നാണ് കഥ. ഇപ്പോഴും അവിടെയാണ് ശ്രീപോർക്കലി സ്ഥാനം. മാത്രമല്ല, പോർക്കലി വന്നപ്പോൾ പോർക്കലിക്ക് നിവേദ്യം ഒരുക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ച അരിയുണ്ടായിരുന്നു നിവേദ്യത്തിന് വേണ്ടി. ആ അരിയാണ്, നനഞ്ഞ അരിയാണ് നിവേദ്യമായി ഭഗവതിയുടെ മുന്നിൽ വെച്ച് കൊടുത്തത്. അതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും ഭഗവതിക്ക് നിവേദ്യമായി കൊടുക്കുന്നത് നനഞ്ഞ അരിയാണ്. അരിത്ലാവൽ എന്നാണ് ആ വഴിപാടിൻ്റെ പേര്. ഉപദേവന്മാരായിട്ട് ഇവിടെ സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ ഗണപതി പ്രതിഷ്ഠയുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട് തെക്ക് ഭാഗത്ത്, സപ്തമാതൃക്കളുണ്ട്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചുറ്റമ്പലത്തിനകത്തായിട്ട് വനശാസ്താവുണ്ട്. പിന്നെ ചുറ്റുപാടുള്ള പല തറവാടുകളിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന തേവാര വിഗ്രഹങ്ങളുണ്ട്. മതിൽക്കെട്ടിന് പുറത്തായിട്ട്, മര്യാദക്ക് പുറത്തായിട്ട് ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട്. ചിറയുടെ വക്കിൽ ഗോപുരത്തിന് താഴെയായിട്ട് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കൂടിയുണ്ട്. ഇപ്പം ക്ഷേത്രത്തിൽ 3 ഗണപതി സങ്കല്പങ്ങളാണുള്ളത്. ദക്ഷിണാമൂർത്തിയുണ്ട്. അപ്പം സുബ്രഹ്മണ്യൻ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വടക്കൻ കേരളത്തിൽ യുദ്ധം നടന്നപ്പോൾ പെരളശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ വിഗ്രഹം എന്നൊരു ഐതിഹ്യമുണ്ട്. പക്ഷേ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അംഗപ്രത്യംഗങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മഹാക്ഷേത്രമാണെന്ന് കാണാം. കാരണം മഹാക്ഷേത്രത്തിന് വിധിച്ച 3 ശീവേലി, അതുപോലെ തന്നെ പ്രതിഷ്ഠാമൂർത്തി, അചലമൂർത്തിയായിട്ടുള്ള ശ്രീരാമൻ്റെ വിഗ്രഹം, അചലവിഗ്രഹവും അതുപോലെ തന്നെ ഉത്സവ ബേര, പിന്നെ ശയനബേര, സ്നാനബേര എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത മൂർത്തികൾ, ഒരേ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, വ്യത്യസ്ത വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ സാധാരണ മട്ടിൽ ഇതിൻ്റെ ചുറ്റമ്പലം, അതുപോലെ ഒരു കാലഘട്ടത്തിൽ
വിളക്കുമാടം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വിളക്കുമാടത്തറ, അതിന് പുറത്തുള്ള പ്രദക്ഷിണ വഴി, മര്യാദ എന്നുള്ള മതിൽ, വിശാലമായ അമ്പലപ്പറമ്പ് 5 ഏക്കറോളം വരുന്ന, അതിന് പുറത്തുള്ള മതിൽ, ഗോപുരം, പിന്നെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള 2 ഏക്കറോളം വരുന്ന വിശാലമായ ചിറ, ക്ഷേത്രച്ചിറ, ഇതൊക്കെ ചേർന്ന ഒരു വാസ്തുരൂപമാണ് ഇവിടെയുള്ളത്. ഈ പ്രസാദാത്മകമായിരിക്കണം നമ്മുടെ പ്രാസാദങ്ങൾ എന്ന് പറയുന്ന ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും ലളിതമായ ഡെഫിനിഷൻ, അത് പൂർത്തീകരിച്ച ഒരു സ്ഥലം എന്ന് തീർച്ചയായിട്ടും പറയാം. കാരണം ചെമ്പുപാകിയ വലിയ ശ്രീകോവിൽ, ഈ ശ്രീകോവിലിൻ്റെ ഒരു പ്രത്യേകത, 2ാം നിലയിൽ 2 നിലയായിട്ടുള്ള ശ്രീകോവിലിലെ 2ാം നിലയിൽ ചുമര് കെട്ടിയിട്ടില്ല എന്നുള്ളതാണ്. തൂണിന്മേലാണ് അത് നിൽക്കുന്നത്. ഈ ദ്വിതാലത്തിലുള്ള ഇതിൻ്റെ ക്ഷേത്ര നിർമ്മാണത്തിൽ 2ാം താലം ചുമരില്ലാതെ മരത്തൂണുകളിലാണ്. പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത വിധത്തിൽ അത്രയും മനോഹരമായിട്ട് ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം ശില്പാലംകൃതമാണ്. അത്രയേറെ ശില്പങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഏറ്റവും മേലെ ചെമ്പുപലകൾ പാകിയിരിക്കുന്നു. ആ ചെമ്പുപലകൾ പാകിയതുകൊണ്ടാണ് വില്യം ലോഗൻ ഇതിനെ ബ്രാസ് പെഗോഡ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കോപ്പർ പെഗോഡ എന്നല്ല അദ്ദേഹം ബ്രാസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ അതിന് മുകളിൽ 2 സ്വർണ്ണ താഴികക്കുടങ്ങൾ കാണാം.